കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സന്തോഷത്തെ പ്രതിയുള്ള രണ്ട് വിഷയം. ഒന്ന്, കർത്താവ് പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുവാൻ. രണ്ട്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. ദൈവിക സന്തോഷങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും പല രീതിയിൽ സന്തോഷിക്കുന്നവരാണ് അല്ലേ? ഈ ലോകത്തിൽ പല സന്തോഷങ്ങളുമുണ്ട്, പല തരത്തിലുള്ള സന്തോഷം നൽകുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ? ഓരോരുത്തർക്കും ഓരോ സന്തോഷം. ചിലർക്ക് മദ്യപാനത്തിൽ സന്തോഷമാണ്, ചില തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് സന്തോഷമാണ്, ചില കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കുന്ന സന്തോഷമാണ്, ചിലർ ജംഗ്ഷനിലൊക്കെ നോക്കുമ്പോൾ രാത്രിയായാലും അവിടെ വിട്ടുപോകാതെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റുന്ന അതവരുടെ സന്തോഷമാണ്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള സന്തോഷമുണ്ട്. ഇവിടെ കർത്താവ് പറയുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം. എന്തുവാ സന്തോഷം? കർത്താവിൻ്റെ സന്തോഷം. എന്താ കർത്താവിൻ്റെ സന്തോഷം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 5-ാം വാക്യത്തിൽ പറയുന്നത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തെ പിരിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതൊരു സന്തോഷമാണ് അല്ലേ? അടുത്ത് പറയുന്ന 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അന്വേഷിപ്പീൻ, അപേക്ഷിക്കുവാൻ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ നിങ്ങളിൽ വസിക്കും, എൻ്റെ വചനം നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം. അപ്പം അത് ഒരു സന്തോഷത്തിൻ്റെ ഒരു തലമാണ്. സ്തോത്രം. 9-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പം ഇതെല്ലാം കർത്താവിൽ നിന്നുള്ള നമ്മുടെ സന്തോഷമാണ്. 10-ാം വാക്യത്തിലേക്ക് വന്ന് അവിടെയാണ് ഇതിൻ്റെ പൂർണ്ണത. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു, അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എന്നിട്ടാണ് പറഞ്ഞത്, എൻ്റെ സന്തോഷം നിങ്ങൾ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട്. എന്തിനു വേണ്ടിയാണ് കർത്താവ് സംസാരിച്ചത്? ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ ഇരിക്കണമെങ്കിൽ, ആ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞ കൽപ്പനകൾ നമ്മൾ അനുഷ്ഠിക്കാൻ തയ്യാറാണ്. എങ്ങനെ? പിതാവ് യേശുവിനെ ഏൽപ്പിച്ച കൽപ്പനകൾ അവൻ പ്രമാണിച്ചതുപോലെ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞ പ്രമാണങ്ങൾ, കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കാൻ തയ്യാറായാൽ കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ പേരിലിരിക്കും. ആ സന്തോഷം പൂർണ്ണമാകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ ഞങ്ങളെ സഹായിക്കും, ബലപ്പെടുത്തും, ശക്തിയിരിക്കും. ആത്മീയ ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കും. അനേകർക്ക് ഇത് അനുഗ്രഹമാകുവാൻ സ്വർഗമിടയാക്കും. എല്ലാം മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.